കുവൈറ്റിലെ ലേബർ ക്യാമ്പ് തീപിടുത്തത്തിൽ മരിച്ച 45 ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ 23 മലയാളികൾ ഉൾപ്പെടെ 31 പേരുടെ മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച് ബന്ധുക്കൾക്ക് കൈമാറി. ഹൃദയഭേദകമായ കാഴ്ചകളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കണ്ടത്. ദുരന്തത്തിൽ കത്തിയമർന്ന സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവർ മടങ്ങി. ചേതനയേറ്റ ശരീരങ്ങളായി. പാതി പണിത വീട് പൂർത്തിയാക്കുന്നതും ആഗ്രഹിച്ചു വാങ്ങിയ കാറിൽ നാടു ചുറ്റുന്നതും ബാധ്യതകളില്ലാതെ ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായി ഉറങ്ങുന്നതുമൊക്കെ സ്വപ്നം കണ്ടവർ. കുഞ്ഞുങ്ങൾക്ക് സമ്മാനിക്കാൻ അവർക്കിഷ്ടപ്പെട്ട കളിപ്പാട്ടം വാങ്ങി സൂക്ഷിച്ചവർ. ചേതനയേറ്റ 45 ശരീരങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം രാവിലെ 10:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോൾ കണ്ടുനിന്നവർക്കും കണ്ണുനീരടക്കാനായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന മന്ത്രിമാർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, തമിഴ്നാട് മന്ത്രി KS മസ്താൻ ഉൾപ്പെടെയുള്ളവർ മൃതദേഹം ഏറ്റുവാങ്ങി. വിമാനത്താവളത്തിനു പുറത്ത് പ്രത്യേകം ക്രമീകരിച്ച പന്തലിൽ പൊതുദർശനം. പ്രിയപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി. സംസ്ഥാന സർക്കാരിന്റെ ഗാർഡ് ഓഫ് ഓണർ. മുപ്പത്തിയൊന്ന് മൃതദേഹം കൊച്ചിയിൽ ബന്ധുക്കൾക്ക് കൈമാറി. 23 മലയാളികൾ, 7 തമിഴ്നാട് സ്വദേശികൾ, 1 കർണാടക സ്വദേശി. മൃതദേഹം വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസുകൾക്ക് പോലീസ് അകമ്പടി നൽകി. മുംബൈ മലയാളി ഉൾപ്പെടെ 14 പേരുടെ മൃതദേഹം വ്യോമസേനയുടെ വിമാനത്തിൽ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി.